അച്ഛൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാത്തത് ഒരു കുറവായി തോന്നിയിട്ടുണ്ടോ? അത് സാധാരണഗതിയിൽ അച്ഛൻ പണമൊക്കെ അയച്ചാൽ തരാതിരുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുമല്ലോ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അച്ഛൻ പിന്നെ എൻ്റെ ആശയങ്ങളോട് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് അച്ഛനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അച്ഛനൊരു അതിനെ പറ്റിയിട്ട് അത്രയും മനസ്സിലാക്കിയിരുന്നുള്ളൂ. മനസ്സിലാക്കാത്തതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു വില്ലേജിൽ ഉള്ള ഒരാൾ പിന്നെ ഇങ്ങനെയുള്ള അച്ഛൻ അറിഞ്ഞുകൂടാത്തൊരു മേഖലയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുള്ള ആളുകളൊന്നും അങ്ങനെ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തലതിരിഞ്ഞു പോയതാണെന്ന് അച്ഛന് ധരിക്കാവുന്നതാണ്. അതൊരു കുറ്റമല്ല. പക്ഷെ ഞാനൊരു ധാരണയോട് കൂടിയിട്ടാണ് പുറപ്പെട്ടത്. അതെനിക്ക് മാത്രമേ അറിയാവൂ. അത് വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ അവർക്ക് മനസ്സിലാവില്ല. ഈ ഒരു സക്സസ് അച്ഛൻ കണ്ടു, അതിനുശേഷം എന്തെങ്കിലും പറഞ്ഞു? അച്ഛൻ 1985 മരിച്ചു. അപ്പം ആ സമയമാകുമ്പോഴേക്ക് ഞാൻ ചില സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു. ചില സിനിമകളൊക്കെ സക്സസ് ആയിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഞാൻ വലിയൊരു പിന്നെ ആളാവാൻ പോവുകയാണ്. അല്ല, ആളായി എന്നല്ല പറഞ്ഞത്. അങ്ങനെയുള്ളൊരു ധാരണയും അച്ഛനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അച്ഛന് അപ്പോഴും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എന്തൊക്കെയോ ഇങ്ങനെ സിനിമയിൽ പിന്നെ ഇപ്പം ഒരു സിനിമയിൽ ഒരു അച്ഛൻ സിനിമ കാണാറില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ അഭിനയിച്ചൊരു സിനിമ തലശ്ശേരിയിൽ ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അച്ഛനെ അവിടെ വെച്ച് കണ്ടു. പറഞ്ഞു, ശ്രീനിവാസൻ അഭിനയിക്കുന്ന ഒരു സിനിമ ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അച്ഛൻ അങ്ങനെ സിനിമേൻ്റെ കാര്യമേ നോക്കാറില്ല. അങ്ങനെ ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുഹൃത്ത് നിർബന്ധിച്ചു, എന്തായാലും ഒന്ന് കണ്ടു നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പടം ഇങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയി അച്ഛൻ ഇങ്ങനെ ഇരുന്ന് കണ്ടു. എൻ്റെ ചില റോള് ഇതൊക്കെ കഴിഞ്ഞപ്പം ഈ വിളിച്ചോണ്ട് സുഹൃത്തിൻ്റെ ഷർട്ടിന് പിടിച്ചു അച്ഛൻ. ഇത് കാണിക്കാനാണോ നീ എന്നെ വിളിച്ചോണ്ട് വന്നത് തിയേറ്ററിൽ എന്ന് ചോദിച്ചിട്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനതിൽ ഒരു പിമ്പായിട്ടാണ് അഭിനയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ റിയാലിറ്റിയും സിനിമയും അഭിനയവും അതെന്ന് അച്ഛൻ അറിഞ്ഞൂടോ. ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിപ്പോയോ എന്ന് അച്ഛൻ ധരിച്ചു. സുഖിതനായിട്ട് ഇറങ്ങിപ്പോയി. അവനവിടുന്ന് അവൻ്റെ ഷർട്ടിന് പിടിച്ചിട്ട് അവനെ തല്ലാൻ പോയാ. ഇതിനേക്കാളും ഒരു കോമിക്കൽ സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ എന്നെ പറ്റിയിട്ട് എന്തായിരിക്കും പ്രതീക്ഷിക്കാൻ? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അച്ഛൻ മരിക്കുന്ന മുമ്പ്? എങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അച്ഛൻ? ഞാൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ ടാലന്റ് നിന്റെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ടില്ല, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഒരാൾക്ക് പിന്നെ എനിക്ക് ടാലന്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അച്ഛന് പറയാൻ കഴിയണമെങ്കിൽ അതെന്താണെന്ന് അച്ഛന് ബോധ്യമായാലേ പറയാൻ പറ്റുള്ളൂ. അച്ഛൻ സിനിമയായിട്ടുള്ള ഒരു സംഗതിയായിട്ട് യാതൊരു ബന്ധമില്ലാതെ നടക്കുമ്പോൾ എങ്ങനെ പറയാൻ പറ്റും? ആദ്യം നടനായിട്ട് വരാനുള്ള ആഗ്രഹമാണ് ഇത്രയും കാലം ഇത്രയും ദൂരം കൊണ്ടുവന്നത്. അപ്പോൾ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഇനിയും അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്? ഇതുവരെ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ കണ്ടില്ലേ, അതിൽ പ്രധാനമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. തമാശകളും കാര്യങ്ങളും ഇനിയെങ്കിലും അഭിനയിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതിനെ ഇങ്ങനെ ഇന്ന റോളുകളൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രസ്താവനകളും പലരും നടത്താറുണ്ട്. ഇപ്പം എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്? ഉദയനാണ് താരം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സ്റ്റാറായിട്ട് അഭിനയിക്കുന്ന എന്നോട് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ വേഷങ്ങളാണ് ഇനി ചെയ്യാൻ ആഗ്രഹമുള്ളത്? അപ്പോൾ അയാൾ ഒന്ന് കർണൻ എന്ന് പറയുന്നു. അതെ, എല്ലാവരും പറയുന്നതാണ് ഈ കർണൻ. ഈ കർണൻ എന്ന് പറയുന്ന ക്യാരക്ടർ സിനിമയിൽ ഉണ്ടാവുമ്പോൾ ആരെങ്കിലും സിനിമ എടുക്കണ്ടേ? വെറുതെ ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം? ഗാന്ധിജി, നെൽസൺ മണ്ടേല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വിളിച്ചു പോകുന്നുണ്ട്. അതുപോലെ ഇതൊരു വെറുതെ ഉള്ളൊരു ഫാഷനാണ്. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. എനിക്കങ്ങനത്തെ യാതൊരു ആഗ്രഹവുമില്ല. ഒരു ആക്ടറായിട്ട് ഇങ്ങനത്തെ ഒരു റോള് ചെയ്യണം, അങ്ങനത്തെ റോള് ചെയ്യണം എന്നുള്ള സങ്കല്പമേ ഇല്ല. കാരണം എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ സിനിമയാണ്. നല്ല സിനിമ ഉണ്ടാവുക, ആ സിനിമയെക്കുറിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ മാത്രമേ ഞാൻ വെച്ച് പുലർത്താറുള്ളൂ. ഞാൻ അഭിനയിക്കുന്ന ഒരു കഥാപാത്രം ഇങ്ങനെയൊക്കെ ആയിരിക്കണം, പിന്നെ അങ്ങനത്തെ ഒരു സ്വപ്നം സങ്കല്പം എനിക്കില്ലേ ഇല്ല. ഒരു 3 മുഖം ഉണ്ടല്ലോ എനിക്ക്. എത്രയാണെന്ന് എനിക്കറിയില്ല. നടൻ, തിരക്കഥാകൃത്ത്,
ഞാൻ വിചാരിച്ചു രാവണനെ പോലെയൊക്കെ ഉള്ള എന്തോ ഒരു സംഗതി എനിക്കുണ്ടെന്നാണ് പറഞ്ഞത്. ഏതാണ് ഇഷ്ടപ്പെട്ട മുഖം? ഇതൊരു കോമഡി ഷോ ആക്കി പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. പെട്ടെന്നൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് 3 മുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ പറയാ. ഏതാണ് വളരെ ഇഷ്ടപ്പെട്ട ഒരു മുഖം? ഇഷ്ടപ്പെട്ടത് ഞാൻ ആദ്യം മുതൽ എപ്പോഴും പിന്നെ അഭിനയിക്കുന്ന ഒരാളായിട്ടാണ് ചെറുപ്പം മുതലുള്ള എൻ്റെ ആഗ്രഹം അഭിനയിക്കാനാണ്. പക്ഷെ എന്തഭിനയിക്കണം എന്നുള്ള ചോദ്യം വരുമ്പോൾ പലതും നമുക്ക് അഭിനയിക്കണം എന്ന് തോന്നൂല. അതുകൊണ്ട് അഭിനയിക്കാനുള്ള ആ മോഹം പലപ്പോഴും ഉള്ളിൽ ഒതുക്കേണ്ടി വരും. അതിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു റോള് ചെയ്യാന്ന് പറയുന്ന അതിനോട് നമുക്ക് താല്പര്യമില്ല. നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ അഭിനയിക്കുന്ന കാര്യം അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണെങ്കിൽ ഇപ്പോൾ വലിയ റോളോ ചെറിയ റോളോ എന്ന് പറയുന്നതിനെ പറ്റി ഒരിക്കലും അതിനെപ്പറ്റി ബോധേഡായിട്ടേ ഇല്ല. ഒരു നല്ല സിനിമയിലെ ഒരു സീൻ ആയാലും അത് മതി എന്ന് വിചാരിക്കുന്ന ആളാണ്. ഒരു നല്ല സിനിമയുടെ പാർട്ടാവുക, അത് എഴുതുന്നതിലൂടെ ആയാലും ചെറിയൊരു റോൾ അഭിനയിച്ചാലും സംവിധായകനായാലും എന്തായാലും നല്ല സിനിമയുടെ പാർട്ടാവുക, അത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഒരു വ്യക്തിപരമായിട്ടൊരു നടൻ കർണനാവണം മണ്ടയിലാവണം എന്നൊക്കെ പറയുന്ന ആ സ്വപ്നമേ എനിക്കില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. ശരിയാണ്. ഡെഫിനറ്റ്ലി ഒരു നല്ല സിനിമയ്ക്കുള്ള കോൺട്രിബ്യൂഷൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവണം. ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ഫ്രം സംവിധായകൻ്റെ സൈഡായിട്ടും തിരക്കഥാകൃത്ത് സൈഡായിട്ടും ഉണ്ടാവണം എന്നാണ്, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ടു മൈ ഷോ. തീർച്ചയായിട്ടും താങ്ക്സ്. ചെറിയ താങ്ക് യു വെരി മച്ച്.